താമരശ്ശേരി രൂപതയുടെ 13ാമത് പ്രിസ്പിറ്റൽ കൗൺസിലിന്റെ 2ാമത് സമ്മേളനം താമരശ്ശേരി ബിഷപ്പ് ഹൌസിൽ നടന്നു. രൂപതയുടെ ഭാവി പ്രവർത്തനങ്ങളും അജപാലന ദൌത്യങ്ങളും വിലയിരുത്തിയ സമ്മേളനത്തിൽ ബിഷപ്പ് മാർ റെമീജിയോസ് സിഞ്ചനാനിയൽ അധ്യക്ഷത വഹിച്ചു. ദൈവജനത്തിന്റെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങൾക്കൊപ്പം വൈദികരുടെയും സമർപ്പിതരുടെയും ജീവിത സാഹചര്യങ്ങളും ഗൗരവത്തോടെ പരിഗണിക്കേണ്ടതുണ്ടെന്ന് ബിഷപ്പ് പറഞ്ഞു. സ്നേഹത്തിലും ആത്മീയതയിലും അധിഷ്ഠിതമായ സഭാ കൂട്ടായ്മയാണ് വളർത്തേണ്ടതെന്നും ഭൗതിക സാഹചര്യങ്ങളെ പരിഗണിക്കുമ്പോഴും ദൈവഹിതം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദൈവവിളികൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകണമെന്നും നല്ല ദൈവവിളികളിലൂടെയാണ് ആത്മീയമായ മികച്ച നേതൃത്വം സഭയ്ക്ക് ലഭിക്കുന്നതെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. കുടുംബങ്ങളിൽ വിശ്വാസം വളർത്തുന്നതിനും ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വൈദികർ ഇടവകകളിലും ശുശ്രൂഷ മേഖലകളിലും കൂടുതൽ ശ്രദ്ധ നൽകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഫാദർ ജ്യോതിസ് ചെറുശ്ശേലിന്റെ പ്രാർത്ഥനയോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. യോഗത്തിൽ പങ്കെടുത്തവർക്ക് മോൺസിഞ്ഞോർ അബ്രാഹം വയലിൽ സ്വാഗതം ആശംസിച്ചു. തുടർന്ന് രൂപതാ ചാൻസലർ ഫാദർ സെബാസ്റ്റ്യൻ കാവളക്കാട്ട് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ലയോ 14 മാർപ്പാപ്പയുടെ മാഗ്നിഫിക്ക ഹ്യൂമാനിത്താസ് ചാക്രിക ലേഖനത്തെക്കുറിച്ച് ഫാദർ ജോർജ് മുണ്ടനാട്ട് വിശദീകരണം നൽകി. നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ മനുഷ്യമഹത്വത്തിനും മൂല്യങ്ങൾക്കും നൽകേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. മനുഷ്യനെ അവഗണിച്ചിട്ടുള്ള സാങ്കേതിക വളർച്ച മനുഷ്യകുലത്തിന് വെല്ലുവിളിയാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കത്തോലിക്ക സഭയുടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകുന്ന തരത്തിലാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയെന്നും ലഹരിവിരുദ്ധ അവബോധം സൃഷ്ടിക്കാനായി സർക്കാരിനോട് ചേർന്ന് പ്രവർത്തിക്കണമെന്നും ബിഷപ്പ് മാർ റെമീജിയോസ് സിഞ്ചനാനിയൽ ആഹ്വാനം ചെയ്തു. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് രൂപതയുടെ വളർച്ചയ്ക്കും ദൈവജനത്തിന്റെ അജപാലനപരമായ സംരക്ഷണത്തിനും ആവശ്യമായ വിവിധ വിഷയങ്ങൾ കൌൺസിൽ വിശദമായി ചർച്ച ചെയ്തു. കൂടുതൽ ശ്രദ്ധയും അടിയന്തര ഇടപെടലും ആവശ്യമായ മേഖലകളും യോഗം വിലയിരുത്തി. ജൂലൈയിൽ നടക്കുന്ന അഖണ്ഡ ജപമാല സമർപ്പണം, താമരശ്ശേരി രൂപതയുടെ ഭരണജ്ഞാനം തീർത്ഥാടനം, വിയാനിയുടെ ആഘോഷങ്ങൾ എന്നിവയുടെ മുന്നൊരുക്കങ്ങളും സമ്മേളനത്തിൽ ചർച്ചയായി. രൂപതയുടെ ഭാവി പ്രവർത്തനങ്ങൾക്കും അജപാലന ദൌത്യങ്ങൾക്കും കൂടുതൽ കരുത്തു പകരുന്ന നിർദ്ദേശങ്ങളോടെയാണ് പ്രിസ്പിറ്റൽ കൗൺസിൽ സമ്മേളനം സമാപിച്ചത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.